അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോഴ്സും കേരള ഇലക്ഷൻ വാച്ചും സംയുക്തമായി പുറത്തുവിട്ട ഒരു റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 84% MLA-മാരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. 16ാം കേരള നിയമസഭയിലേക്ക് വിജയിച്ചെത്തിയ ജനപ്രതിനിധികൾക്കാണ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ കോടീശ്വരന്മാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 140 വിജയികളിൽ 135 പേരുടെ സത്യവാങ്മൂലമാണ് വിശകലനം ചെയ്തത്. റിപ്പോർട്ട് പ്രകാരം 84% MLA-മാർ, അതായത് 114 പേർ തങ്ങൾക്കെതിരെ ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 57% പേർക്കെതിരെ, അതായത് 77 പേർക്ക് ഗുരുതരമായ ക്രിമിനൽ കേസുകളാണ് ഉള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 71% MLA-മാർക്കായിരുന്നു ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നത്, 96 പേർക്ക്. ഗുരുതരമായ ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നത് 37 പേർക്ക് മാത്രമാണ്. ഒരു സ്ഥാനാർത്ഥിക്കെതിരെ IPC 302 വകുപ്പ് പ്രകാരം കൊലപാതക കേസും മറ്റൊരാൾക്കെതിരെ IPC 307 വകുപ്പ് പ്രകാരം വധശ്രമ കേസും നിലവിലുണ്ട്. 3 പേർക്കെതിരെയുള്ളത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണ്. ഇതിൽ ഒരാൾക്കെതിരെ ആവർത്തിച്ചുള്ള ബലാത്സംഗത്തിനുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. വിജയിച്ച 59 കോൺഗ്രസ് MLA-മാരിൽ 53 പേരും ക്രിമിനൽ കേസുകൾ ഉള്ളവരാണ്. ഇടതുപക്ഷത്ത് നിന്ന് വിജയിച്ച 26 പേരിൽ 20 MLA-മാരും BJP-യിൽ നിന്ന് വിജയിച്ച 3 പേരും തങ്ങൾക്കെതിരെ കേസുകൾ ഉണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോടീശ്വരന്മാരുടെ പട്ടിക നോക്കിയാൽ 69% കോടീശ്വരന്മാരുണ്ട്. 135 വിജയികളിൽ 93 പേര്. 2021 ഇത് 55% 75 പേർ. വിശകലനം ചെയ്ത 135 പേരുടെ ആകെ ആസ്തി 937 കോടി രൂപയാണ്. സമ്പന്നരിൽ ഒന്നാമൻ കുട്ടനാട്ടിൽ നിന്നുള്ള കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി റെജി ചെറിയാനാണ്. 218 കോടി രൂപയിലധികം ആസ്തിയുണ്ടെന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. 111 കോടി രൂപയുടെ ആസ്തിയുമായി BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ രണ്ടാമതും 68 കോടി രൂപയുമായി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം മൂന്നാമതുമാണ്. കോടീശ്വരൻ മാത്രമല്ല, ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള വിജയിയും ഉണ്ട്. അത് രാജീവ് ചന്ദ്രശേഖറാണ്. 109 കോടി രൂപയുടെ കടമാണ് അദ്ദേഹത്തിനുള്ളത്. 140 വിജയികളിൽ 135 പേരുടെ സത്യവാങ്മൂലം വിശകലനം ചെയ്ത റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.